മിഥുനം സിനിമയിലെ ഒരു പ്രശസ്തമായൊരു ഡയലോഗുണ്ട്. തേങ്ങ ഉടക്കി സ്വാമി ഇപ്പൊ പൊട്ടും എന്നുള്ള രീതിയിൽ. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മലയാളികൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സാധനമാണ് ഈ സ്വർണ്ണവിലയിൽ 1 ലക്ഷം രൂപയാക്കുന്ന ഒരു സാധനം. എന്തായാലും ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവും. സ്വർണ്ണവില ആശങ്കകളും എല്ലാം തന്നെ ഉണ്ട്. 1 ലക്ഷം പ്രത്യേകിച്ച് കടന്നോടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ഗേൾസ് കോളേജിന് സമീപത്താണ്. ഇവിടെ കുറച്ച് ചേച്ചിമാർ എൻ്റെ ഒപ്പം ചേരുന്നത്. എന്താണ് നിലവിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു സ്വർണ്ണവില 1 ലക്ഷം ആയതുകൊണ്ട്? തീർച്ചയായും കുറച്ച് ആശങ്കയുണ്ട്. നോർമലി നമ്മൾ കുറച്ച് ഗോൾഡൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. അതിലൊരു പേടിയുണ്ട്. പിന്നെ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചയക്കുന്ന അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. വീട്ടിൽ സംസാരം ഉണ്ടോ? ചെറിയ ഇത് ചർച്ചയൊക്കെ നമ്മൾ ചെയ്യും, സ്വർണ്ണവില എങ്ങനെ പോകുന്നതിനെ കുറിച്ചിട്ട്. പൊതുവേ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് സാധനം വില കൂടിയാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് സ്വർണ്ണവില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുവാണ്. അതിനെക്കുറിച്ച് നല്ലൊരു ആശങ്കയുണ്ട്. എന്താ വീട്ടിലൊക്കെ എന്താ പറയുന്നത്? ഇങ്ങനെ സ്വർണ്ണവില കൂടുമ്പോൾ ഒരു ആശങ്ക, പ്രത്യേകിച്ച് കല്യാണത്തിന് ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാവുന്ന ഒരു സമയത്ത് ഉണ്ടാവുമല്ലോ. അതെ അതെ. ഇപ്പം സ്വർണം കൊടുത്ത് കല്യാണം കഴിച്ചേൽപ്പിക്കുന്ന അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ല. എനിക്ക് പഠിക്കുക, ജോലി വാങ്ങുക, അതാണ് പ്രയോറിറ്റി. പിന്നെ നോർമലി നമ്മളൊരു ഫംഗ്ഷൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇതാവുമല്ലോ, അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഗോൾഡ് വില ഇത്രയും കൂടുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഒരാശങ്കയായിട്ട് ഇപ്പോൾ പുതിയ ജനറേഷന് സ്വർണത്തിനോട് താല്പര്യമുണ്ടോ? ഇല്ല, കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മോൾക്കൊന്നും അങ്ങനെ ഗോൾഡിനോടൊന്നും വലിയ ഇതുള്ളത്. അവർക്കെല്ലാം ഈ പറഞ്ഞ ഫാൻസി ജ്വല്ലേഴ്സിനോടാണ് കൂടുതലും താല്പര്യം. കുഞ്ഞു കുഞ്ഞ് ഓർണമെന്റ്സ് അങ്ങനെയൊക്കെ ഉള്ളതാണ് അവർക്ക് താല്പര്യം എപ്പോഴും. കുറയുന്ന ഒരു പ്രതീക്ഷയുണ്ടോ? വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കൂടെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അതെ. ഈ ഒരു സ്വർണത്തിന്റെ കുറെ പാക്കേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി കൂടുതലായിട്ട് അതിലേക്ക് ആളുകൾ പോകുന്നത്. അതെ, ഇപ്പോ ഗോൾഡ് റെന്റിനെടുത്ത് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് കല്യാണ ദിവസം മാത്രം അവർ ഇത്ര രൂപയ്ക്ക് നമുക്ക് ഗോൾഡ് തരും, നമ്മളത് കഴിഞ്ഞ് നമുക്ക് തിരികെ കൊടുത്താൽ മതി. കൂടുതൽ പേരും അതൊക്കെയാണെന്ന് തോന്നുന്നു. അതിലേക്കാണ് ഭാവി എന്ന് പറയുന്നത്. അതെ അതെ. പിന്നെ നമുക്ക് ഒരു സേവിങ്സ് അങ്ങനെയൊക്കെ വാങ്ങി വെക്കാനാണെങ്കിൽ നല്ലതാ. കാരണം അത് റേറ്റ് കൂടി വരുവാണല്ലോ. അല്ലാണ്ടൊരു ഇല്ല. നമുക്ക് കൂടുതൽ ആളുകളുടെ ഒരു പ്രതികരണം ഈ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം. ചേച്ചി, സ്വർണ്ണവില 1 ലക്ഷം രൂപ ആയിട്ടുണ്ട്, എന്താ പ്രതികരണം? എന്താ ഒരു ആശങ്കയുണ്ടോ? അല്ല, ആശങ്കയുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ സ്വർണം എന്ന് പറയുന്നത് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്. അത് എന്താ പറയാ, ആഭരണമായിട്ട് ഇട്ടുകൊണ്ട് നടക്കുക എന്നുള്ളതിലുപരി അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ഈ പറയുന്ന പോലെ കൂടുന്നത്, സ്വർണ്ണവില കൂടുമ്പോഴത്തേക്ക് സ്വർണ്ണത്തിന് മാത്രമല്ല മറ്റ് പലതിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ കുറെ പേര് ഇപ്പൊ നാട്ടിൻപുറങ്ങളായാലും എല്ലാം കുടുംബങ്ങളെല്ലാം ആശ്രയിക്കുന്ന ഈ കല്യാണം, അതിന് സ്വർണം എടുക്കണം എന്നുള്ളൊരു ആദ്യം ഉണ്ടാവും മനസ്സിൽ. അപ്പൊ അതിൽ ഈ ഒരു 1 ലക്ഷം രൂപയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി അവരുടെ മനസ്സെല്ലാം കുറച്ചൊന്ന് വിഷമത്തിലായിരിക്കും. അതിനെ നമുക്കൊന്ന് പോസിറ്റീവായിട്ട് കണ്ടുകൂടെ? എന്തുകൊണ്ട് നമ്മൾ സ്വർണം അല്ലെങ്കിൽ ആ ഒരു ലോഹത്തെ മാത്രം അതിനെ പറഞ്ഞ പോലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി കണക്കാക്കുന്നത് ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതല്ലാതെ നമ്മൾ എന്താ പറയാ, പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ രീതി പോലെ 100 പവൻ 101 പവൻ എന്താണ് അതിന്റെ ആവശ്യമില്ല. ഒരു കല്യാണമാണ്, നമുക്ക് റെന്റൽ ജ്വല്ലറീസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതല്ലാത്ത ഓപ്ഷൻസ് ഉണ്ട്. സ്വർണം തന്നെ വേണം എന്നുള്ള എനിക്ക് തോന്നുന്നു. ചിലപ്പം ഭാവിയിൽ സ്ത്രീധനം തന്നെ ഇല്ലാണ്ടാവാനും മേ ബി ഈ സ്വർണ്ണവില ഒരു കാരണമായാലോ. നമുക്ക് പോസിറ്റീവായിട്ടും തിങ്ക് ചെയ്യാമല്ലോ. പുതിയ ജനറേഷനുള്ള പിള്ളേർക്ക് ഈ സ്വർണ്ണത്തോട് താല്പര്യം ഉണ്ടോ? എന്താ കാഴ്ച? ഞാൻ പറഞ്ഞല്ലോ, ഒരു ആഭരണം എന്നുള്ള രീതിയിലുള്ളൊരു താല്പര്യം കാണും. പക്ഷെ അതല്ലാതെ ഇപ്പം ഒരു ഷോ ഓഫ് എന്നുള്ള രീതിയിൽ പണ്ടത്തെ പോലെ ഒത്തിരി ഓർണമെന്റ്സ് ഇടുക എന്നുള്ളൊരു രീതി ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏറ്റവും മിനിമൽ ആയിട്ട് നടക്കുക എന്നുള്ളതാണ്. സ്വർണം പോയി ഡയമണ്ട്സ് ഒക്കെ വരട്ടെ, അല്ല എല്ലാത്തിനും വില ഉണ്ടെന്നാലും നടക്കുക എന്നുള്ളതാണ്. ഡയമണ്ട്സിനെ കൂടുതലായിട്ടുള്ള അല്ല, പറഞ്ഞല്ലോ ഇപ്പം എന്താ പറയാ, മിനിമൽ ആയിട്ട് ഒരുങ്ങി നടക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കാം ഇപ്പം കൂടുതൽ ആൾക്കാരും ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നത്. മിനിമൽ ആയിട്ടുള്ള ആഭരണങ്ങൾ യൂസ് ചെയ്യാനും ബാക്കിയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ അങ്ങനെ ആയിരിക്കാം കണക്കാക്കുന്നത്. വീട്ടിൽ സംസാരം വരാറുണ്ടോ അങ്ങനെ സ്വർണ്ണവില കൂടുന്നു, കല്യാണത്തിന് ഒരു ആശങ്ക? കല്യാണത്തിന് അങ്ങനെയല്ല, സ്വർണ്ണവില കൂടുന്നു എന്നുള്ളത് ഇപ്പോൾ എന്താ പറയാ, വാർത്തയൊക്കെ കാണുമ്പോഴത്തേക്കും പറയും എങ്ങനെ സാധാരണക്കാർ മേടിക്കും എന്നുള്ള കാര്യം പറയും. പക്ഷെ എത്ര വില കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു സംസ്കാരം വെച്ചിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ ആൾക്കാരത് മേടിക്കും. ഞാൻ പറയുന്നത് അത് കുറച്ച് കുറയട്ടെ. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതി നിന്ന് മാറിയിട്ട് ആർഭാടം കാണിക്കാനുള്ളൊരു വഴിയായിട്ട് സ്വർണ്ണത്തെ എടുക്കാതിരിക്കട്ടെ. മേ ബി അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൂടെ? അങ്ങനെ പോകുന്നു വിചാരിച്ചൂടെ? ശരി, ആ ഒരു സ്വർണത്തിന്റെ ഒരു ഇതില്ല എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും സ്ത്രീകളുടെ ഒരു പ്രതികരണം നമ്മൾ കേട്ടു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേട്ടന്മാരുടെ അടുത്തേക്ക് പോകാം. ചേട്ടാ, ചൂടുണ്ടോ ചായക്ക്? ചൂടുണ്ട്. അതുപോലെ ഒരു ചൂടുള്ള ഒരു വാർത്ത പറയട്ടെ. സ്വർണത്തിന് 1 ലക്ഷം രൂപയായിട്ടുണ്ട്. പെൺകുട്ടികളെ കെട്ടിച്ചയക്കാക്കൂല, നമ്മളെ പാടുപെടേണ്ടി വരും. അതാണ് എന്ത് ചെയ്യാൻ, സ്വർണ്ണാഞ്ഞിന് വില കൂടിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവര് ബുദ്ധിമുട്ടും, അത്രേ ഉള്ളൂ. ആശങ്കയാണ്. പുതിയ തലമുറയിലെ പിള്ളേർക്ക് ഈ സ്വർണ്ണത്തോട് അത്ര കമ്പില്ല എന്നാണ് പറയുന്നത്. സ്വർണ്ണം കിടക്കുന്ന പൈസ കൊടുത്ത് കെട്ടിച്ചു വിടുക, അത്രേ നടക്കുള്ളൂ.
ഈ നിലവിൽ ഈ ഒരു സ്വർണത്തിന്റെ വിലയൊക്കെ 1 ലക്ഷം ആവുമ്പോഴേ പതിയെ പതിയെ ഈ സ്വർണം കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങ് ഒഴിവാക്കൂ. ഒഴിവാക്കും മിക്കവാറും. കല്യാണമൊക്കെ രജിസ്റ്റർ ചെയ്തങ്ങ് കെട്ടിച്ച് വിട്ടാൽ മതി, അതാണ് നടക്കുള്ളൂ. ഈ കുടുംബസ്ഥൻ എന്നുള്ള രീതിയിൽ ചേട്ടൻ എത്രത്തോളം ആശങ്ക? ഈ 2 മോളാണ്, അവരെ കെട്ടിച്ച് വിടുന്ന കാര്യം ഞാൻ ഇപ്പൊ പാടുപെടും, ഇനി പാടുപെടേണ്ടി വരും. ഒരു ഷോക്കാണ് ഈ 1 ലക്ഷം രൂപ. ഷോക്കാണ്, അത് ഷോക്കാണ്. ചേട്ടൻ എന്താ പറയാനുള്ളത്? 1 ലക്ഷം അവർ പറയുന്നത് തന്നെ കറക്റ്റ്. ലക്ഷം ആകുമ്പോൾ പെൺകുട്ടികളെ കെട്ടി കൊടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവും. ഇത് ഗവൺമെന്റാണ് അത് കണക്കാക്കി കുറയ്ക്കേണ്ടത്. എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? ഗവൺമെന്റ് ചെയ്യേണ്ടതില്ല, നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കുറയില്ല, കൂടേ ഉള്ളൂ. ഇത് കുറയ്ക്കണം. പെൺകുട്ടികൾക്ക് എങ്ങനെ കെട്ടി കൊടുക്കാൻ പറ്റുള്ളൂ? ഇങ്ങനെ കൂടിക്കൊണ്ടേ പോയാൽ 2 കുട്ടികൾ വെച്ചിരിക്കുന്നമാർ തന്തയൊക്കെ എന്തിനു ചെയ്യും? അവർ ആലോചിക്കണ്ടേ? വെറുതെ കൂട്ടിക്കൊണ്ടേ പോയാൽ പിള്ളേർക്ക് കമ്പം കുറയുന്നുണ്ടോ ഇപ്പോ? അവരൊക്കെ എങ്ങനെ അറിയാം? കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ കളിയും സിനിമയും എങ്ങനെയാ കണ്ടോണ്ട് പോകും. അങ്ങനെ തന്തയ്മാർക്കാണ് ഇത് ബുദ്ധിമുട്ടുകൾ പിടികിട്ടിയ. ഇത് നിങ്ങളെപ്പോലെ ആൾക്കാരാണ് അല്ല കാണിക്കണം, കാണിച്ചിട്ട് മുകളിൽ അറിയിക്കണം, ഇതിനെ ഒരു കുറയ്ക്കണം. മനസ്സിലായ? നടപടികൾ സർക്കാർ എടുക്കണം, നടപടി എടുക്കണം സർക്കാർ. വളരെ മികച്ച ഒരു പ്രതികരണം തന്നെ ആളുകളുടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരുടെ ആണെങ്കിലും 2 രീതിയിലുള്ള പ്രതികരണം കഴിഞ്ഞു. നമുക്ക് ചേച്ചി ചൂടുള്ളൊരു വാർത്തയുണ്ട്. അമ്മശ്ശേരി എടുത്തോളൂ. അമ്മച്ചി, ചൂടുള്ളൊരു വാർത്തയുണ്ട്. 1 ലക്ഷം രൂപയായി സ്വർണ്ണവിലയ്ക്ക്. അറിഞ്ഞോ? ഞങ്ങൾ സ്വർണ്ണം ഉപയോഗിക്കാറില്ല, എങ്കിലും സ്വർണത്തിന് ഭയങ്കര തീകൊണ്ട വിലയായി. 1 ലക്ഷം രൂപയായത് അറിഞ്ഞോ? അറിഞ്ഞു. ആശങ്കയുണ്ടോ അതിന്? അയ്യോ, അത് ഭയങ്കര വിലയല്ലേ. ഇവിടെ പാവപ്പെട്ട ഒരു കൊച്ചുങ്ങൾക്ക് ഒരു കാര്യം വന്ന് എങ്ങനെ ഒരു സ്വർണം വാങ്ങിക്കും? ഒരു കല്യാണത്തെ ഒക്കെ ആവുമ്പോ കുറച്ചും കൂടി ഇത് വരും, പ്രഷറൊക്കെ പ്രശ്നം വരും. എന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഉണ്ട്. 2 കുടുംബമായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആഭരണം ഉപയോഗിക്കാറില്ല, എങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കൊച്ചുങ്ങൾക്കൊക്കെ ഒരു കാര്യം വന്ന് എങ്ങനെ ഒരു സ്വർണ്ണം ഉപയോഗിക്കും? കുറയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? കുറയുമെന്നുള്ളൊരു പ്രതീക്ഷ? കുറയണാലേ പാവപ്പെട്ട ഒത്തിരി ഒരു കാര്യം വന്നാൽ അവർ വാങ്ങിക്കുള്ളൂ. ഇല്ല. പുതിയൊരു കുട്ടികൾക്ക് സ്വർണ്ണം ഇടാൻ താല്പര്യമില്ല? ഇല്ല. എന്തായാലും വളരെ മികച്ച രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. അതിൽ വിവിധ പ്രായഘട്ടത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവരുടെ എല്ലാം സംസാരം നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിൽ ഈ പുരുഷന്മാർ പറയുന്നത് അവർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു സ്വർണ്ണ വിലയും മറ്റും ചെലവുകളെല്ലാം, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ അച്ഛനൊക്കെ എന്ന് പറയുന്നു കഴിഞ്ഞാൽ അവർക്കാണ് കൂടുതലായിട്ടും ഇതിൽ സ്വർണത്തിന്റെ എടുക്കണം, അതിനുള്ള പൈസ ഉണ്ടാക്കണം. മറ്റൊരു വിഭാഗം പറയുന്നു അതൊരു കാഴ്ചപ്പാടെ മാറേണ്ട ഒരു സംഭവമാണ് ഈ സ്വർണം കൊടുത്തുള്ള കല്യാണമടക്കം. ഇപ്പൊ ചേച്ചി പറഞ്ഞ നേരത്തെ പറയുന്ന അമ്മച്ചി പറഞ്ഞ പോലെ എന്താ പറയാ, സ്വർണത്തോട് താല്പര്യമില്ല. അത് കൊച്ചുമക്കൾക്കാണ് അവർ ഉദാഹരണമായിട്ട് പറയുന്നത്. കൊച്ചുമക്കൾക്ക് സ്വർണ്ണമിടാൻ താല്പര്യമില്ല. അങ്ങനെ ഇത്തരത്തിൽ പുതിയ ഒരു കാലഘട്ടത്തിലെ പിള്ളേർക്ക് സ്വർണത്തോടുള്ള കമ്പം അത് പതിയെ പതിയെ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ മനസ്സിലാവുന്നത്. ക്യാമറ പേഴ്സൺ ചന്ദ്ര ജോസിനോടൊപ്പം പ്രജിത്ത്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.